നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഞാനിന്നിവിടെ ഒരു പാലിൻ്റെ ക്യാനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗൾഫിലുള്ളവരെല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ പാല് വാങ്ങിക്കാറുണ്ടാവും. പാല് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. അതുകൊണ്ട് ഇത് നമ്മൾ വേസ്റ്റിലിടാറാണ് പതിവ്. ആ ക്യാൻ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിൻ്റെ പേരിൻ്റെ ഭാഗമൊക്കെ അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞിട്ട് ആ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുക. ഈ ബോട്ടിലിന് വലിയ കനം ഉണ്ടാവില്ല, കട്ടി ഉണ്ടാവില്ല. അപ്പം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ബോട്ടിലാണ് ഈ പാലിൻ്റെ ബോട്ടിൽ. അതേപോലെ തന്നെ നാട്ടിൽ വെളിച്ചെണ്ണ വാങ്ങിക്കുന്ന ക്യാൻ ഉണ്ടാവും. അത് പിന്നെ ചെറിയ ബോട്ടിലൊക്കെ കിട്ടും. അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളുണ്ട്. അതൊക്കെ ഇതേപോലെ അധികം കനമില്ലാത്തതായിരിക്കും. അതുകൊണ്ടും ചെയ്യാൻ പറ്റും. ഞാൻ ഈ ബോട്ടിലിൻ്റെ നടുഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഒരു ഷീറ്റ് പോലെ കിട്ടും. നമുക്ക് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കത്രിക വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഈ ബോട്ടിലിൻ്റെ ആ മേൽഭാഗം ഉണ്ടാവില്ലേ, അടപ്പൊക്കെ ഉള്ള ഭാഗം, അപ്പോൾ ആ അടപ്പ് അങ്ങോട്ട് ഊരിയിട്ട് നമ്മൾ ആ വായ്ഭാഗം ഒരു ഫ്ലവർ വേസിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം താഴ്ഭാഗമില്ലേ, ബോട്ടിലിൻ്റെ അടിഭാഗം എടുത്തിട്ട് നമ്മളതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ ഇലകളുടെ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിത് വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആയതുകൊണ്ട് നന്നായിട്ട് ഷോർട്ടാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് മാറി മാറി വരുന്നത്. ഒരുപാട് ലെങ്ത് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ബോറടിക്കും കാണുമ്പം. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നുള്ളത് കൊണ്ടാണ് ഷോർട്ടാക്കിയിട്ട് ഇട്ടത്. അപ്പോൾ നമുക്ക് ഒരു ഇലയുടെ ഷേപ്പിൽ ഇല പോലെ ആക്കിയെടുക്കുന്നത് ഈ കഷ്ണങ്ങളാണ്. ഇതിനൊക്കെ നമ്മൾ കളർ ചെയ്യണം. ഈ ഇലയുടെ ഭാഗത്തിന് പച്ച കളറും പിന്നെ ബോട്ടിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും കളർ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലവർ വേണം. അതാണ് നമ്മളിനി ഉണ്ടാക്കുക. ഞാനിത് കളർ ചെയ്യുന്ന വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല. കാരണം ഞാനിത് കളർ ചെയ്യുമ്പം വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ കളറിംഗ് ഒക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അത് റെക്കോർഡായിട്ടില്ല എന്ന് കണ്ടത്. ഇതിലേക്ക് ഫ്ലവർ വെട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സ്റ്റെൻസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുക്കുക. നമുക്ക് എത്ര വലിപ്പം വേണം ഫ്ലവർ എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ കോണോട് കോണായിട്ട് മടക്കി അതിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് പിന്നെയും ഇതിൽ കാണുന്ന പോലെ മടക്കുക. എന്നിട്ട് അതൊന്ന് ചെറിയ മുകൾ ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നിവർത്തി നോക്കുമ്പം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും നമുക്ക്. അത് വലുത് വേണമെങ്കിൽ പേപ്പർ കുറച്ച് വലുതെടുത്താൽ മതി, ചെറുത് വേണമെങ്കിൽ ചെറുതാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് പല ഷേപ്പിലുള്ള ഒരു 3-4 എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബോട്ടിലിൻ്റെ പീസില്ലേ, ആ നീളത്തിലുള്ളൊരു പീസ് ഉണ്ടായിരുന്നില്ലേ, ആ പീസിൽ നമ്മൾ ഇത് വരയ്ക്കുക. അത് വരച്ചതിന് ശേഷം നമ്മളത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പെന്നോ പെൻസിലോ വെച്ച് ഇതിൻ്റെ ഓരോ ഇതളും ഇതേപോലെ ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ശരിക്കും നമ്മൾ മടക്കുമ്പോൾ അതേപോലെ അത് മടങ്ങി വന്നോളൂ. അതിനത്രയ്ക്ക് കട്ടിയേ ഉള്ളൂ. അതേപോലെ എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുത്ത് പെൻസിൽ വെച്ചിട്ട് അല്ലെ പെന്ന് വെച്ചിട്ട് അങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് സോപ്പ് പൊടീൻ്റെ പെട്ടിയുടെ ഒരു ഭാഗമാണ്. അതിൽ ഞാനൊരു കറുപ്പ് ചാർട്ട് പേപ്പറാണ് ഒട്ടിച്ചിട്ടുള്ളത്.
എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും ചെറിയൊരു ഡിസൈൻ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഞാനൊരു ഔട്ട്ലൈൻ പോലെ വരച്ചു. പക്ഷെ വരച്ചപ്പം കുറച്ച് എൻ്റെ ശ്രദ്ധ ശരിയാവാത്തത് കൊണ്ടായിരിക്കാം അതിൽ പെയിൻ്റൊക്കെ കുറച്ച് പടർന്നു പോയി. ഞാനിവിടെ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഗ്ലിറ്ററുള്ള ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തത് ബോർഡർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. വൈറ്റ് കളറ് അത് വെച്ചിട്ട് ഞാൻ 4 ഭാഗം ഒരു ബോർഡർ പോലെ വരച്ചു കൊടുത്തു. നമുക്കിഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാനായിരുന്നു തോന്നിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. നമുക്ക് എന്തെങ്കിലും മുത്തൊക്കെ ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കണ്ടോ, ഞാൻ സ്കെയിലൊക്കെ നീക്കിയപ്പോൾ പെയിൻറ്റ് മുഴുവൻ അതിലായിപ്പോയി. അതിനുശേഷം നമ്മളൊരു ഫ്ലവർ വേസിൻ്റെ ആ ഇത് വേസ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒട്ടിച്ചു കൊടുക്കുക. ഇത് പെയിൻറ്റ് ചെയ്തതാണ് അതിൻ്റെ മേലെ. അതും ഞാൻ ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ റെക്കോർഡായില്ല, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഞാനിത് ഒട്ടിച്ചത്. അതിനുശേഷം നമ്മൾ ആ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അത് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ്. നമുക്ക് എങ്ങനെയാണ് അത് വേണ്ടതെന്നുള്ള ഇതിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇലയായിട്ട് നമ്മൾ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതും ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ച് കൊടുത്ത് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് ഒട്ടിച്ച് നല്ല ഭംഗിയാക്കി. ഇതിൻ്റെ ബാക്കിൽ ഒരു ഹുക്ക് കൊടുത്താൽ മതി. ഹുക്ക് കൊടുത്തിട്ട് നമുക്ക് ചുമരിലൊക്കെ തൂക്കി വയ്ക്കാം. നല്ല ഭംഗിയുള്ള ഒരു ചിത്രമായിട്ട് മാറും. കണ്ടാൽ അതൊരു പാലിൻ്റെ ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും തോന്നില്ല. വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിലൊരു ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. ബൈ.